നമുക്ക് ഇന്നൊരു ചേനത്തല തോരൻ വെച്ചാലോ? കർക്കിടക മാസമൊക്കെ അല്ലേ, ചെറുപയറൊക്കെ ഇട്ട് നമുക്ക് നല്ല തോരൻ വെച്ച് എങ്ങനെയാ വെക്കണേന്ന് നോക്കാം. നമുക്ക് തട ചെത്തിയെടുക്കാം. ചേനത്തല നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലപോലെ കൊത്തി അരിഞ്ഞെടുക്കാം. നമ്മൾ ചേനത്തണ്ട അരിഞ്ഞത് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് 2-3 പ്രാവശ്യം കഴുകി എടുക്കണം, എന്നാലേ അതിനകത്ത് ആ കൊഴുപ്പ് പോകത്തുള്ളൂ. നമ്മൾ തോരന് ചേർക്കാനുള്ള ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തോരൻ ചതയ്ക്കാൻ വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. കടുകിട്ട് കൊടുക്കാം. കടുക് വറുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് അരിഞ്ഞ പൂവിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിതിലേക്ക് വേവിച്ച ചെറുപയർ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ച അരപ്പ് നമ്മളിട്ട് കൊടുത്തു. നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ ചേനത്തല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ പറയാം. നമ്മുടെ ചേനത്തല എടുത്ത് അത് നല്ലപോലെ ചെത്തി എടുത്തിട്ട് നല്ലപോലെ കുത്തി കഴിഞ്ഞ് 2-3 വെള്ളത്തിൽ കഴുകണം. എന്നാലേ അതിൻ്റെ ആ ഒരു കൊഴുപ്പ് മാറത്തുള്ളൂ. നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം കളഞ്ഞ് എടുക്കുക. ചെറുപയർ വേവിച്ചെടുക്കുക. തോരനെ ചതച്ചിട്ട് നമ്മൾ കടുവറുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചേനത്തൻ്റെ വെള്ളം കളഞ്ഞത് നമ്മളിട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി അടച്ചു വെച്ച് നാവ് വരുമ്പോൾ വേവിച്ച് വെച്ചിരുന്ന പയറിടുക. എന്നിട്ട് അരപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ വെന്തെന്നറിയുമ്പോൾ നല്ലപോലെ അത് തൂത്തി എടുക്കുക. വെള്ളം മയം കളഞ്ഞ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും